ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഈസി റെസിപ്പിയാണ്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 പൊട്ടാറ്റയാണ്. അത് നല്ലപോലെ ബോയിൽ ചെയ്തെടുക്കണം. പിന്നെ 1/2 കപ്പ് റവ, എരിവിനാവശ്യമായ പച്ചമുളക്, മല്ലിച്ചപ്പ്, വേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമുക്ക് പൊട്ടാറ്റ നല്ലപോലെ ഉടച്ചെടുക്കാം. അപ്പോൾ അതിന് ഞാനിവിടെ 3 പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഉടയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഞാനൊരു ഗ്ലാസ് വെച്ചിട്ട് നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലോട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ 1/2 കപ്പ് റവ അതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്യുക. എന്ന് വെച്ചാൽ പതിയെ വേവാൻ വേണ്ടിയിട്ടാണത്. ഇപ്പോൾ റവ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാവുന്ന വരെ നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും റവയും നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇനി നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളക്, മല്ലിയില, വേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. റവയിലേക്കും പൊട്ടാറ്റോയിലേക്കും മസാല പിടിക്കാൻ നല്ല റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്താൽ മാത്രമേ ഉള്ളൂ അത് എല്ലായിടത്തും എത്തുക. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമുക്ക് പറ്റുന്ന പോലെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കിയെടുക്കാം. എല്ലാം ഈ കാണുന്ന പോലെ നമ്മൾ ഉരുളകളാക്കിയതിന് ശേഷം ഇതിൽ ഓരോന്നും നമുക്കൊരു ഫിംഗറിൻ്റെ ഷേപ്പിൽ നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുക. കൈയിൻ്റെ ഉള്ളനടിയിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ആ ഒരു ഷേപ്പിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം അതിലോട്ട് ഞാൻ ഓയിൽ ഒഴിച്ചു. ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്കതിലോട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും ഒരുപോലെ ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. പ്ലേറ്റിൽ ടിഷ്യൂ വയ്ക്കാൻ ശ്രദ്ധിക്കണം. കാരണം റവ നന്നായിട്ട് ഓയിൽ വലിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടിഷ്യൂ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ ഫിംഗർ റെഡി ആയിട്ടുണ്ട്. നമുക്കത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് ടൊമാറ്റോ സോസ്. ഇത് നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും അവൈലബിൾ ആവുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ ഇതിലോട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അത് നിങ്ങളുടെ കൂട്ടുകാരിലെത്തിക്കാനും ശ്രമിക്കുക.
താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.